എല്ലാവർക്കും കേരള ഫുഡീസ് ക്ലബിൻ്റെ മറ്റൊരു കുക്കിംഗ് വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കേരള സ്റ്റൈൽ പോട്ടി കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞങ്ങളിവിടെ 1 കിലോ പോട്ടി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. കടയിൽ നിന്ന് ഞങ്ങൾ ക്ലീൻ ആക്കിയാണ് മേടിച്ചത്, എങ്കിലും നമ്മൾ വീട്ടിൽ വന്നിട്ട് ഒന്നുകൂടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ 1 കിലോളം പോട്ടീൻ്റെ ഞാൻ ക്ലീൻ ചെയ്ത് എടുത്തതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് നമുക്ക് ഒരു 2 ടീസ്പൂൺ ഉപ്പുപൊടിയും പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് ഇത് വേവിച്ചെടുക്കാം. ഉപ്പുപൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്കിത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളം ഒഴിക്കാതെ നമുക്ക് അടുപ്പത്ത് വെച്ച് ഒരു അരമണിക്കൂർ നേരം നമുക്കിത് കുക്കറിലിട്ട് വേവിക്കാം. ഞാൻ പോട്ടി ഇതിവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ടാക്കണേ തീ. അപ്പം ഇത് നമുക്ക് വെള്ളം ചേർക്കാതെയാണ് പോട്ടി ഞാൻ അടുപ്പത്ത് വെച്ചേക്കണേ. ഒരു അരമണിക്കൂറോളം അത് ഇരുന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് തേങ്ങ വറുത്തരച്ചിട്ടാണ് ഞാനിന്ന് പോട്ടിക്കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് തേങ്ങ വറുക്കാം. നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അതിനായിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ 1 മുറി തേങ്ങ ചരുകി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. തേങ്ങ ഒന്ന് പകുതി വെന്ത് വരുന്നുണ്ട്. അപ്പോഴേക്കും അതിലേക്ക് നമുക്ക് ഒരു 10-12 ഉള്ളി, ചുവന്നുള്ളി ഇടാം. പിന്നെ വെളുത്തുള്ളി തൊണ്ട് കളഞ്ഞത്, പിന്നെ ഒരു വെളുത്തുള്ളി ഫുള്ള് തൊണ്ട് കളഞ്ഞത് ഇടാം. പിന്നെ കുരുമുളക് ഒരു 1.5 ടീസ്പൂണോളം ഉണ്ട്, അത് ഇടാം. പിന്നെ വറ്റൽമുളക് ഒരു 10-12 എണ്ണം ഉണ്ട്. പിന്നെ 3 ടീസ്പൂൺ മല്ലി ഒക്കെ ഞാൻ മുഴുവനായിട്ടാണ് ചേർത്തിരിക്കണം. മുളകും മല്ലിയും എല്ലാം ഇതും കൂടി ഇടാം. പിന്നെ നമുക്ക് കുറച്ച് മസാലക്കൂട്ട്, പെരുംജീരകം, കൊല്ലം, കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ടൊന്ന് തേങ്ങ ബ്രൗൺ കളറാവണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങ നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ തീയിലിട്ട് കഴിച്ചാൽ നല്ല പാകത്തിന് കിട്ടും, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ ഇതെല്ലാം മസാലക്കൂട്ടും നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. നമുക്ക് ഈ മസാലക്കൂട്ട് മിക്സിയിലെ ജാറിലേക്ക് ഇടാം. ചൂടാറിയതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം. മസാലക്കൂട്ട് ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ അരിഞ്ഞ് കിട്ടും വറുത്താക്കണ കാരണം. ഇനി നമുക്ക് ഇത് പോട്ടിയിലേക്ക് ചേർക്കാനുള്ളതാണ്. നമുക്ക് പോട്ടി എന്തായാലും നോക്കട്ടെ. ഇപ്പോൾ ഒരു 30 മിനിറ്റോളം ആയിട്ടുണ്ട്. കുക്കർ തുറന്ന് നോക്കാം. ഏകദേശം വേവായിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഒരു കഷ്ണം ഈർക്കിലി കഴുകിയെടുത്ത് നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ കുത്തി നോക്കിയാൽ പെട്ടെന്ന് ഈർക്കിലി ഇറങ്ങി പോകണ്ടെങ്കിൽ നമുക്ക് വെന്തോന്ന് അറിയാം. ഇനി നമുക്ക് പൊട്ടി ഇതിൽ നിന്ന് മാറ്റി എടുക്കാം. ഞാൻ വെള്ളം ചേർക്കാതെയാണ് ഈ പൊട്ടി അടുപ്പത്ത് വെച്ചത്. കണ്ടോ, ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി അത് അതിൽ തന്നെ വെന്തോളും. വെള്ളം ഒഴിക്കാതെ തന്നെ ഇത് നമുക്ക് വെന്ത് കിട്ടും. കണ്ടോ. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. പൊട്ടി ഞാനിങ്ങനെ ചെറുതേ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിയിൽ വെള്ളം നമ്മൾ മാറ്റി എടുത്തിട്ടുണ്ട്. പൊട്ടി വെന്ത വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഞാൻ പാനിലേക്ക് നമുക്ക് ഈ പീസുകൾ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അത് ഈ വെള്ളത്തിൽ മുകളിൽ നിന്ന് കാണുന്നത് ഇതിൻ്റെ നെയ്യാണ്. കണ്ടാ, കുറച്ച് നെയ്യ് ഇതിലേക്ക് ഇടാം. എല്ലാ നെയ്യും വേണ്ട, അല്ലാതെ നെയ്യായാൽ കഴിക്കാൻ ബുദ്ധിമുട്ടും. പൊട്ടിയിൽ ഒഴിച്ചതിന് ശേഷം ബാക്കിയുള്ള നെയ്യ് കളയരുത്. അത് കപ്പയിലിട്ടിട്ട് വേവിക്കാനായിട്ടുള്ളതാണ്.
കുറച്ച് നെയ്യ് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 മീഡിയം വലിപ്പത്തിലുള്ള സവാള ചെറുതായി അരിഞ്ഞിട്ടുണ്ട്, കനം കുറഞ്ഞത്, അതിട്ട് കൊടുക്കാം. ഒരു പീസ് ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വേപ്പില, നമ്മൾ നേരത്തെ അരച്ച് വെച്ചില്ലേ, തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായില്ലേ, ആ കൂട്ടും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. നമുക്കിതിലേക്ക് തേങ്ങ അരപ്പ് ഇട്ട മിക്സിയുടെ ജാറിൽ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചൊന്ന് കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും നോക്കി ഇടാം. നമുക്കിനി ഇതിലേക്ക് 2 ടീസ്പൂൺ മീറ്റ് മസാല ചേർക്കാം. ഒരു നാരങ്ങയുടെ നീരും ചേർത്ത് കൊടുക്കാം. പൊട്ടി നല്ല സോഫ്റ്റായിട്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു വിസിലും കൂടി അടിക്കാം. പൊട്ടി വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കപ്പ ശരിയാക്കി വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ കപ്പ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് വേവിക്കാം. കുക്കറിലേക്ക് കപ്പ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച പൊട്ടി വേവിച്ചപ്പോഴുള്ള വെള്ളത്തിൻ്റെ മുകളിൽ നെയ്യ് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കപ്പ നെയ്യ് കിടന്ന് വെന്തോളും. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് കപ്പ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ സവാളയൊക്കെ ഇട്ടിട്ട് ഒരു വിസിലും കൂടി അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. നല്ല പാകത്തിന് വന്നിട്ടുണ്ട്, നല്ല മണവും വരുന്നുണ്ട്. ഇനി നമുക്കിത് കുറച്ച് ഉള്ളി താളിച്ചൊഴിക്കാം. നമുക്ക് ഉള്ളി താളിക്കാനായിട്ട് ചെയ്യാൻ നവീനെ ചട്ടി അടപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പൊട്ടിയിലേക്ക് ചേർത്ത് വെക്കാം. സ്റ്റവ് ഓഫാക്കി പൊട്ടിക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പേനെ പൊടിച്ചെടുക്കാം. കപ്പ വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് ചെറുതായി ഒന്ന് പൊടിച്ചെടുക്കാം. കയ്യിലുകൊണ്ട് തന്നെ അതിങ്ങനെ പൊടിച്ചെടുക്കാൻ പറ്റും. കപ്പ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് പൊട്ടിയിലേക്ക് മിക്സ് ആക്കാം. ഇനി നമുക്ക് പൊട്ടിയും കപ്പയും കൂടി മിക്സ് ആക്കാം. നമുക്കിനി സെർവിങ് ഡിഷിലേക്ക് ആക്കിയിട്ട് കുറച്ച് സവാള ചെറുതായി അരിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ നല്ല പൊട്ടിക്കറി റെഡി. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പൊട്ടിയും കപ്പയും കൂടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇനി മറ്റൊരു ദിവസം മറ്റൊരു കുക്കിംഗ് വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.